വചനം പറയുന്നു, അവൻ നമ്മുടെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. He forgives all our iniquities. At the same time, He heals all our diseases. അങ്ങനെ പറഞ്ഞേക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെങ്കിൽ, അതാണ് ഭൂമിയിൽ മനുഷ്യപുത്രന് ആമേൻ പാപം പൊറുപ്പിക്കാൻ അധികാരമുള്ളത് കൊണ്ട് കിടക്കേട് നടക്കുക. ഈ വചനം സൗഖ്യമാക്കുന്നതാണ്. ഈ വചനത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ശരീരാത്മദേഹികളിൽ വർക്ക് ചെയ്യുന്നതാണ്. ആത്മാവിൽ ഇതിറങ്ങണം. പലപ്പോഴും ഈ സൗഖ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് തലയിൽ കയറിയ കാര്യമില്ല, ഹൃദയത്തിൽ വെളിപ്പാടാണ്. അവയെ കിട്ടുന്നവർക്കെന്ന് എന്തുകൊണ്ടാണ് സദൃശവാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? അവയെ കിട്ടുന്നവർക്ക് ജീവനും. For those who be found, കിട്ടുക എന്ന് പറഞ്ഞാൽ റെവലേഷൻ അല്ല, ചുമ്മാ അത് കുറേ സൗഖ്യത്തിൻ്റെ വചനം കുളക്കരെ കടന്നതും രക്തസ്രാവണത്തോടെ 3-4-5 പ്രാവശ്യം വായിക്കുന്നതല്ല കാര്യം. വെളിപ്പെട്ട് കിട്ടണം. It has to be revealed in your heart, not in your head. തല വലുതാവും, അറിവ് തല വലുതാവും. ഒത്തിരി പഠിച്ചവരൊന്നും ആരും സൗഖ്യമാകുന്നില്ല. തിയോളജി ഒത്തിരി പഠിച്ചവരൊക്കെ വളരെ ബന്ധിതരായി പല രോഗാവസ്ഥകളിൽ കടന്നു. കാരണം അവർക്ക് സൗഖ്യം വേണ്ട. കാരണം അവരുടെ ബുദ്ധിക്കകത്ത് തലയ്ക്കകത്ത് കിടക്കുകയാണ്. ഹൃദയത്തിനകത്തേക്ക് അത് അറിയുമോ വെളിപ്പെട്ട് വരുന്ന വചനം ഹൃദയത്തിനകത്തേക്ക് ഒരു പ്രകാശമായി, ഹൃദയത്തിനകത്തേക്ക് വാസ്തവമായി ഒരു വെളിപ്പെട്ട് കിട്ടുക. അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെങ്കിൽ, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ, ഇന്നും അവൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കുമെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. ഐ ബിലീവ്.